ഈ സഭയിലിരിക്കുന്ന കക്ഷികൾക്ക് മാത്രമേ സമരം നടത്താൻ പാടുള്ളൂ. സാർ, ഈ നാട്ടിൽ എത്ര സംഘടനകളുണ്ട്? അവരെല്ലാം ഏതെല്ലാം തരത്തിൽ സമരം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം ഏതെല്ലാം ഘട്ടത്തിൽ ചില സമരങ്ങൾ ന്യായയുക്തമായ സമരമാണ് എന്ന് കരുതി അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. ഒരു ശരിയായ ആവശ്യം ഒരു സംഘടന മുന്നിൽ വെച്ച് സമരം ചെയ്യുമ്പോൾ ഇതേ ആവശ്യം ഉന്നയിച്ച് CITUവും INTUCയും അടക്കമുള്ള സംഘടനകൾ സമരം ചെയ്തിട്ടില്ലേ? രാജ്യവ്യാപകമായി സമരം ചെയ്തിട്ടില്ലേ? കേരളത്തിലെ ആശാ വർക്കർമാരുടെ ജോലി ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഉള്ള ആശാ വർക്കർമാർക്ക് ആ ജോലി ഉണ്ടോ? സാർ, ഉണ്ടോ? നമ്മൾ അറിയണ്ടേ. അത്രയും ജോലി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? 12ഉം 14 മണിക്കൂറാണ് സാർ ജോലി. സാർ, എന്താണ് കുട്ടികളുടെ ഇഞ്ചക്ഷൻ, കുഷ്ഠരോഗ നിവാരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഏർലി ഡിറ്റക്ഷൻ, പിന്നെ ഗർഭിണിയെ 3 മാസത്തിനുള്ളിൽ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യിപ്പിക്കുക, വാർഡ് റിപ്പോർട്ട് തയ്യാറാക്കുക, വാർഡ് തല അവലോകന യോഗം നടത്തുക, സബ് സെന്റർ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക, പഞ്ചായത്ത് അവലോകന യോഗത്തിൽ പങ്കെടുക്കുക, ആരോഗ്യ സംബന്ധിയായ ക്ലാസ് നടത്തുക, ആക്ടിവിറ്റി നടത്തുക, വൾനറബിളായ വ്യക്തികളുള്ള 10 വീടുകളിൽ സന്ദർശനം നടത്തുക. ഈ പാവങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കുത്തിക്കുറിക്കലും കണക്കുമായിട്ട് രാത്രി പാതിര വരെ ഇരിക്കണം. നമ്മൾ ഇതൊന്നും കാണാതെ പോകരുത്. ട്രാൻസ്പോർട്ട് ബസ് കത്തിച്ചിട്ട് അതിനകത്തിരിക്കുന്ന 4 പേര് വെന്തു മരിച്ച ഒരു സമരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാർ, അങ്ങനെ എത്ര സമരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്?